മന്ത്രി ശ്രീ എം ബി രാജേഷ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. വീടുകളിലേക്ക് മാറ്റാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഈ അവലോകന യോഗം കഴിഞ്ഞപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം. അതാണ്. അപ്പോൾ അങ്ങനൊരു വളരെ ആശങ്കയുള്ള സ്ഥിതി ഇവിടെ ഇല്ല. ക്യാമ്പ് നല്ല നിലയ്ക്ക് തന്നെ നടക്കുന്നു. ക്യാമ്പിലെല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, ഇത് ആവർത്തിച്ച് എല്ലാ മഴക്കാലത്തും ഈ സ്ഥിതി ഒഴിവാക്കാനുള്ള ചില നടപടികളെക്കുറിച്ചാണ്. അതിന് ശേഷം ആലോചിക്കും. ബന്ധപ്പെട്ട വകുപ്പുകൾ, ജലവിഭവ വകുപ്പ്, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി, റവന്യൂ എല്ലാം ചേർന്ന് കൂടിയാലോചിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പം എന്താണ് നമുക്ക് ഈ സാഹചര്യം ആവർത്തിക്കുന്നത് ഒഴിവാക്കാൻ ചെയ്യാനാവുക എന്ന കാര്യവും ആലോചിക്കും. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ബാക്കി പിന്നെ പൊതുവായി വന്നിട്ടുള്ള കുറേ ആവശ്യങ്ങളും പരാതികളും ഒക്കെയാണ്. വയനാടാണല്ലോ നമ്മൾ എല്ലാവരും കേരളം കണ്ടിട്ടില്ലാത്തൊരു വലിയ ദുരന്തമാണ് നടന്നിട്ടുള്ളത്. അങ്ങയുടെ വകുപ്പിനടക്കം ഈ ഇപ്പോഴുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. കാര്യത്തിലൊരു രൂപരേഖ ഉണ്ടാക്കിയിട്ടുണ്ടോ? തീർച്ചയായും ഇപ്പോൾ അവിടെ അടിയന്തരമായിട്ടുള്ള ശ്രദ്ധ മുഴുവൻ രക്ഷാപ്രവർത്തനത്തിലാണ്. അത് പൂർത്തിയായിട്ടില്ല. ഇന്ന് രാവിലെ ഞാൻ റവന്യൂ മന്ത്രിയുമായിട്ട് സംസാരിച്ചിരുന്നു. റവന്യൂ മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി തുടങ്ങിയിട്ടുള്ള മന്ത്രിമാരുടെ ഒരു സംഘം തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 2 ദിവസം കൂടി എടുക്കാനാണ് സാധ്യത, രക്ഷാപ്രവർത്തനം പൂർണ്ണമാവണമെങ്കിൽ എന്നാണ്. അപ്പം അതിനുശേഷമാണ് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ഇപ്പോഴത്തെ പൂർണ്ണമായ ഫോക്കസ് രക്ഷാപ്രവർത്തനത്തിലാണ്. പിന്നീടാണ് അവിടുത്തെ ക്ലീനിങ്, അതുപോലെ നഷ്ടത്തിൻ്റെ അസസ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള പുനരധിവാസം, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഒട്ടേറെ കാര്യങ്ങൾ ഇനി വരുന്നതാണ്. അപ്പം അതിനാവശ്യമായിട്ടുള്ള പ്രാഥമിക. മന്ത്രി എം ബി രാജേഷ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അല്പസമയത്തിന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സർവകക്ഷി നേതാക്കൾക്കൊപ്പമായിരിക്കും ഇന്നത്തെ വാർത്താ സമ്മേളനം. മുഖ്യമന്ത്രി ഉടൻ സർവകക്ഷി നേതാക്കൾക്കൊപ്പം മാധ്യമങ്ങളെ കാണുമെന്നുള്ള വാർത്ത ദീപക് തമ്മട റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി ദുരന്തഭൂമിയിലേക്ക് പോകും. വാർത്താ സമ്മേളനം കഴിഞ്ഞ് നേരെ ബെയിലി പാലത്തിനരികിലേക്കാണ് വരിക. ബെയിലി പാലം അവിടെ പണി ഏതാണ്ട് പൂർത്തീകരണത്തിൻ്റെ വക്കോളം എത്തി നിൽക്കുകയാണ്. ഉച്ച കഴിഞ്ഞോടുകൂടി തന്നെ അത് പൂർണ്ണമായി തുറന്നു കൊടുക്കുകയും പ്രവർത്തന സജ്ജമാവുകയും ചെയ്യുമെന്ന് കരുതാം.